ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ, കൾച്ചറൽ, സെൻസോറിയൽ ആൻഡ് പ്രാക്ടിക്കൽ. ദീസ് ആർ ദ 5 areas of the Montessori. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ആണ് കൂടുതൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എടുത്ത് ഇങ്ങനെയാണ് പിടിക്കുക, നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. ഈ 3 ഫിംഗേഴ്സ് ആണ് നമ്മൾ മോണ്ടിസോറിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് മോണ്ടിസോറിയിലെ ഫിംഗേഴ്സ്. ഇതാണ് നമ്മളെ മോട്ടോ സ്കില്ല്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതാണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കുട്ടീനോട് 1 എന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് ഫീൽ ചെയ്യണം. എപ്പോഴായാലും ഈ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് അപ്പം അവൻ്റെ മനസ്സിൽ അത് 1 ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഓടി വരണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സെൻസോറിയൽ ആണ്. ആ ടച്ചിങ്ങിലൂടെ കുട്ടി മനസ്സിലാക്കുന്നു ഇത് 1 ആണ്, ഇത് 1. Take your finger from here to here. 2. Take your finger. 3. Next is 4. Take your finger. 4. First here. Okay. ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്ന് വരക്കാൻ എന്തായാലും 6 കഴിയൂല. ഇങ്ങനെ വരക്കുള്ളൂ. 6. Introducing 9. ഓക്കെ. അപ്പോ ഒരു സർക്കിളിൽ നിന്ന് തുടങ്ങി മറ്റൊരു സർക്കിളിലാണ് 0 അവസാനിപ്പിക്കുക. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടലാണോ കുറക്കലാണോ? കുറക്കല്, ഗുണിക്കല്, കൂട്ടല്. അഡീഷൻ സ്ട്രിപ്പിലെ ലെഫ്റ്റ് സൈഡിലാണ് ബ്ലൂ വെക്കുക, റൈറ്റ് സൈഡിലായിരിക്കും എന്ത് വെക്കുക? റെഡ് വെക്കുക. സൈഡില് റെഡ്. ഇപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോ ഏതാ ലെഫ്റ്റ് സൈഡ്? ഇത് ലെഫ്റ്റ് സൈഡ്. ഇതേതാ സൈഡ്? റൈറ്റ് സൈഡ്. ഇനി നമ്മൾ ഇതിൽ കുറേ ഇക്വേഷൻസ് എഴുതുന്നു. അതായത് 2 + 1 എത്രയാ? 3. 4 + 6 10. ഒരു സ്റ്റെയർ കേസ് പോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോ നമ്മള് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് എന്നാ ഇതിന് പറയാ. ഈ ബോർഡിന് പറയുന്ന പേര് അഡീഷൻ സ്ട്രിപ്പ് ബോർഡാണ്. ഇടത്ത് ഭാഗത്ത് ബ്ലൂ ആയിരിക്കും, വലത് ഭാഗത്ത് റെഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ കുട്ടീനെ പഠിപ്പിക്കാൻ പോന്നെ? അഡീഷൻ ആണ് പഠിപ്പിക്കുന്നത്. കൂട്ടാനാണ് പഠിപ്പിക്കുന്നത്. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിന് നമ്മൾ എന്താ പറയാ? സം എന്ന് പറയും അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്നതിന് പ്രോഡക്റ്റ് എന്ന് പറയും. 1 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാണിക്കാൻ പോകുന്നത്. 2ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട്? അപ്പോ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലൂ സ്ട്രിപ്സ് ആണ്. ഓക്കെ, ബ്ലൂ. ഇതെത്രയാ? 2. ഇതെത്രയാ? 2. അപ്പൊ നമ്മൾ ആദ്യം എടുത്തു, 2ലേക്ക് അതിനെ പ്ലേസ് ചെയ്തു. 2ന്റെ കൂടെ എത്രയാ ആഡ് ചെയ്യാൻ പോകുന്നത്? 1. ഇപ്പൊ റെഡിൽ നിന്ന് 1നെ നമ്മൾ സെലക്ട് ചെയ്തു. 1. ഇപ്പൊ 2ന്റെ കൂടെ 1നെ നമ്മൾ ചേർത്ത് വെക്കുക. 2ന്റെ കൂടെ 1നെ ചേർത്ത് വെച്ചു. ഇനി 1 2 3 ഈ മേൽഭാഗത്തുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ 2 + 1 ആൻസർ ഈസ് 1 2 അല്ലേ. 2ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ എത്ര ആൻസർ കിട്ടിയേ? 1 2 3. ആൻസർ ഈസ് 3. അപ്പൊ നിങ്ങൾ കുട്ടി എന്ത് ചെയ്യാൻ പോകുന്നു? നോട്ടിലാവട്ടെ സ്ലേറ്റിലാവട്ടെ ആൻസർ എഴുതുന്നു 3. ആദ്യം എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അഡീഷൻ ബോർഡിൽ 4 പ്ലേസ് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? 4ന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഏതാ? 6 എന്ന ന്യൂമറസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 6 എന്ന ന്യൂമറൽ ആഡ് ചെയ്താൽ 4 + 6 എത്രയാണ്? 10. എന്നാ സാന്ദ്ര എഴുതിക്കോ 10 എന്ന്. 4 + 5
അല്ല ചെയ്യും നോക്കട്ടെ, എങ്ങനെ ചെയ്യും നോക്കട്ടെ. ഫോർ പ്ലസ് 5 ആൻസർ എത്രയാ? 9 അല്ലേ? ഈ ചിഹ്നാണ് ഗ്രേറ്റർ ദാൻ. ഇനി തിരിഞ്ഞിട്ട് ഇതാരാ? അപ്പൊ ഇയാള് സഹോദരൻ. ലെസ് ദാൻ. ഇനി അടുത്ത ആള് ഈക്വൽ. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? സമം, സമാസമം. ഓക്കെ, എല്ലാത്തിലും സമാസമം. അപ്പോ നമ്മളിപ്പോ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതുന്നു 8, ഇപ്പുറത്ത് എഴുതുന്നു 5. ഈ ബീഡ്സ് സംഭവം നിങ്ങൾ മോണ്ടിസോറിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാം പഠിപ്പിക്കുന്നത് മോണ്ടിസോറി ന്യൂമറിക്സ് ആദ്യം വെച്ചിട്ട് ബീഡ്സ് അറേഞ്ച് ചെയ്തിട്ടാ അല്ലെ? അപ്പൊ 8 എന്ത് വേണോ? ബീഡ്സ് വേണം. 8 ബീഡ്സ്. 1 2 3 4 5 6 7 8 അല്ലെ? ഇനി 5 എന്ന് പറയുമ്പോ എത്ര ബീഡ്? 1 2 3 4 5 ബീഡ്സ്. ഇനി നമ്മളോട് കുട്ടീനോട് പറയുന്നത് എന്ത്? കൗണ്ട് ചെയ്യാൻ പറയും. കുട്ടി കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8. ഇത് കൗണ്ട് ചെയ്. 1 2 3 4 5. എത്രയാ? 5. അപ്പൊ നമ്മൾ കുട്ടീനോട് പറയും ഈ ബീഡാണോ കൂടുതലുള്ളത് അല്ല ഈ ബീഡാണോ കൂടുതലുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടി എന്ത് പറയും? ഇവിടെ ഉള്ള ബീഡ്സ് ആണ് മാമ എന്ത് കൂടുതൽ, ഇവിടെ ഉള്ള ബീഡ്സ് കുറവാണ്. അപ്പൊ നമ്മൾ കുട്ടീനോട് എന്ത് പറയും? ഇവിടെ 8 ബീഡ്സ് ആണ് ഉള്ളത്, കൂടുതൽ ബീഡ്സ് അല്ലെ? 8 ബീഡ്സ് അല്ലെ? ഇവിടെ എത്ര ബീഡ്സാ? 5 ബീഡ്സ് അല്ലെ? അപ്പൊ 8 ആണോ 5 ആണോ ഇപ്പൊ വലുത് എന്ന് പറഞ്ഞാട്ടെ, മോൻ പറഞ്ഞാട്ടെ, ഇത് 8 ആണോ 5 ആണോ വലുത്? അപ്പൊ കുട്ടി എന്ത് പറയും? 8 ആണ് മാമേ വലുത് എന്ന് പറയും. അപ്പൊ നമ്മൾ പറയും 8 ആണ് വലുതല്ലേ? അപ്പൊ 8 വലുതാണെങ്കിൽ നമ്മൾ പറയും 8 ഈസ് ഗ്രേറ്റർ ദാൻ 5. 8 ബിഗ് ആണ് ആരെക്കാളും? 5 സ്മോൾ ആണ് ആരെക്കാളും? 8-നേക്കാളും. അപ്പൊ 8 ബിഗ് ആണ് 5-നേക്കാളും. 8 ഈസ് ഗ്രേറ്റർ ദാൻ 5. മനസ്സിലായാ? തൊട്ടിപ്പുറത്ത് നമ്മൾ എഴുതും 4 ബീഡ്സ്. ഇവിടെ 7 ബീഡ്സ്. 4 5 6 7. കുട്ടീനോട് കൗണ്ട് ചെയ്യാൻ പറയും. 1 2 3 4. ഇപ്പുറത്ത് 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതാണ് ഇതിൽ വലുത്? 4 ആണോ 7 ആണോ? അപ്പൊ കുട്ടി പറയും 4 സ്മോൾ ആണ്, 7 ബിഗ് ആണ്. അപ്പൊ നിങ്ങൾ പറയും സ്മോള് ചെറുതാണ് അല്ലെ? സ്മോള് ലെസ് ദാൻ 7. 4 7-നേക്കാളും ചെറുതാണ്. 8 5-നേക്കാളും വലുതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കണോ? ഈക്വൽ ടു പഠിപ്പിക്കണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 3 3 1 2 3 1 2 3. കൗണ്ട് ഇറ്റ്. 1 2 3 1 2 3. അപ്പൊ നിങ്ങൾ എന്താ പറയും? കുട്ടിനോട് ചോദിക്കും ഏതാ വലുത് ഏതാ ചെറുത്? പറയാ രണ്ടും ഒരേപോലെയാണ് മാമേ, ബോത്ത് ആർ സെയിം. അപ്പൊ നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ 3 ഈസ് ഈക്വൽ ടു 3. അപ് ടു 10 വരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? പഠിച്ചില്ലേ? പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 11. ഹൗ ടു ഡു 11 or how to study 11 using this large card numbers. എങ്ങനെ? This is 1 അല്ലേ? 11 എന്ന് പറയുന്നതിൽ എത്ര പ്ലേസ് ഉണ്ട്?
2 പ്ലേസ് ഉണ്ടല്ലോ, 2 ഡെസിമൽ ആണ് അത്. അത് ഫസ്റ്റത്തത് എന്താ? ദിസ് ഈസ് വൺസ് അല്ലേ, ദിസ് ഈസ് ടെൻസ്. ഓക്കെ, അപ്പോ വൺസ് പ്ലേസിൽ ഉള്ളത് ആരാ? 1 ആണ്. സെക്കൻഡ് 10th പ്ലേസിലുള്ളത് ആരാ? 1 ആണ്. അപ്പൊ നമ്മൾ ലാർജ് നമ്പർ കാർഡ് ഉപയോഗിച്ച് 11 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 വൺസ് പ്ലേസ്. കാണാത്ത ആൾക്കാർ എണീറ്റിക്കേണ്ടി വരും. Take the 1 numeral, place in the ones position. Place in the ones position. So ഇതിപ്പോ എത്രയായി? ഇത് എത്രയാ? 11. This is the way we study to the child എന്താ 11 in using a large number card. Okay, ones place is 1, then 10th place is 1. In 11 there are 1 ones and 10 ones and 1 10. In 11 there are 10 ones and 1 tens. ലാർജ് നമ്പർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ 36 ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ 6 വൺസ് എത്ര ടെൻസ്? 3 ടെൻസ്. 3 ടെൻസ് 6 വൺസ്, ദാറ്റ് ഈസ് 36 ടെൻസ് ആണ്. 3 എന്നുള്ളത് 10th പൊസിഷനിലാണ്. പ്ലേസ് വാല്യൂ 10th ആണ്. പ്ലേസ് വാല്യൂ 10 ആണ്. അപ്പൊ 6 വൺസ് ആണ്, 3 ആണ് ടെൻസ്. ഇതാണ് 36. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ? 5 വൺസ്, 4 ടെൻസ്, 5 ഹൺഡ്രഡ്സ്. അതായത് ഇങ്ങനെ 4 ടെൻസ്, 5 വൺസ്. മനസ്സിലായ? ഇതാണ് ലാർജ് നമ്പർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പൊ 199 വരെ ഉണ്ടാക്കാം. ഇനി ഓരോരാളായിട്ട് വന്നിട്ട് ഉണ്ടാക്കണേ. അപ്പൊ 200 എത്ര 100 ഉണ്ട്? 200. എത്ര ടെൻസ് ഉണ്ട്? 7 ടെൻസ്. എത്ര 6 ഉണ്ട്? 8. ഉണ്ടാക്കിയ 700 5000 ആ Is it correct? Yes. In 758 there are 700 5 10 8 ones 0 5 7. ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം. ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം. ഫോൺ 7012128487 9495144813 9946619905.